നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. ഉറങ്ങിക്കിടന്ന 17-കാരിയെ കഴുത്തു ഞെക്കിപ്പിടിച്ച് ആഭരണം കവർന്ന പ്രതിയെ പോലീസ് പിടികൂടി. പെൺകുട്ടിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ് തിരുരങ്ങാടി പോലീസിന്റെ പിടിയിലായത്. കോഴിച്ചന സ്വദേശി 32-കാരനായ പുനത്തിൽ ലത്തീഫാണ് മോഷണം നടത്തിയത്. വേങ്ങര വലിയോറ അടക്കാപ്പുര ചെള്ളി ഹനീഫയുടെ മകൾ ഫാത്തിമ നജിയുടെ ആഭരണങ്ങളാണ് ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിക്ക് പ്രതി കവർന്നെടുത്തത്. തെന്നല മൂച്ചിപ്പാറയിൽ ഹനീഫയുടെ ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നു കവർച്ച. ഉമ്മയുടെ വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഫാത്തിമ നജ. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ ഞെക്കി വായ പൊത്തിപ്പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കഴുത്തിലും കയ്യിലുമുണ്ടായിരുന്ന 2.25 പവന്റെ സ്വർണ്ണമാലയും വളയും മാതൃസഹോദരിയുടെ ഭർത്താവായ പുനത്തിൽ ലത്തീഫ് അഴിച്ചെടുക്കുകയായിരുന്നു. കൂടാതെ മുറിയിൽ നിന്ന് മൊബൈൽ ഫോണും 2000 രൂപയും കവർന്നു. തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് വിശദമായി നടത്തിയ പരിശോധനയിൽ ലോക്ക് പൊട്ടിച്ചിട്ടില്ലെന്ന് മനസ്സിലായതോടെ ലോക്ക് തുറന്നാണ് അകത്ത് കയറിയതെന്നും അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ആരുടെയോ സഹായത്തോടെയാണ് പ്രതി ഉള്ളിൽ കടന്നതെന്നും പോലീസിന് സംശയമുണ്ടായിരുന്നു. തുടർന്ന് ഫോണിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വീട്ടുകാരോടും നാട്ടുകാരോടും ഗൾഫിലാണെന്ന് പറഞ്ഞ് 3 മാസത്തോളമായി കോട്ടക്കലിൽ ഒരു മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു പ്രതി. SI-മാരായ രഞ്ജിത്ത്, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ടവർ ലൊക്കേഷൻ നോക്കി നടത്തിയ പരിശോധനയിൽ ഉച്ചയോടെയാണ് ഇയാളെ പിടികൂടിയത്. മോഷണത്തിന് ഇയാളുടെ ഭാര്യയുടെ സഹായം ഉണ്ടായിരുന്നതായാണ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.